ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ വീട്ടിലും ഒരു പെറ്റ് ഉണ്ടാകുമല്ലേ. പെറ്റ്സിന് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇല്ല. പണ്ടത്തേക്കാൾ അപേക്ഷിച്ചും ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഒരു ക്യാറ്റോ അല്ലെങ്കിൽ ഒരു ഡോഗോ ബേർഡ്സിന് ഇഷ്ടമുള്ളവരുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു അക്വേറിയം പോലും ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്റ്റോറി അത് തന്നെയാണ് ഗായ്സ്. ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാ പെറ്റ്സ് ലവേഴ്സിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. 2014 ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു പെറ്റിനെ വാങ്ങിക്കുന്നത്. അതൊരു ഡോഗാണ്. ഇതിന് വാങ്ങിക്കാൻ കാര്യം തന്നെ ഞങ്ങളുടെ പപ്പയുടെ കാർട്ടൂൺ ക്രേസാണ്. പപ്പ ഭയങ്കര വലിയൊരു കാർട്ടൂൺ ലവറാണെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു കാർട്ടൂൺ ലവറാണ്. ഞാനും ഒരു കാർട്ടൂൺ ലവറാണ്. പക്ഷെ ഞങ്ങളുടെ തീം ഡിഫറെൻ്റ് ആണ് ഗൈസ്. പപ്പ കാണുന്ന കാർട്ടൂൺസ് ലൈക്ക് മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, പ്ലൂട്ടോ, അതുപോലെ ഗൂഫി, പിന്നെ ചിപ്പ് ആൻഡ് ഡേൽ, ഇതൊക്കെയാണ് പപ്പ കാണുന്ന കാർട്ടൂൺസ്. അപ്പോൾ ഈ കാർട്ടൂൺസ് ക്രേസ് കാരണമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് വരുന്നത്. അപ്പോൾ പപ്പയുടെ ഫേവറേറ്റ് കാർട്ടൂൺ പ്ലൂട്ടോ. ഇതിൽ ഈ ബാക്കി പറഞ്ഞതിൽ കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് പ്ലൂട്ടോ ആണ്. അപ്പോൾ ഈ പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നാടൻ ഒരു ഡോഗാണല്ലോ. അതിൻ്റെ കൂടെ ഒരു ഫീമെയിൽ ഡോഗ് ഉണ്ട്. ആ ഡോഗ് സാധാരണ ഡോഗുകളെ പോലെയല്ല ഗൈസ്. അത് നീളം കൂടുതലാണ്, ബട്ട് ഹൈറ്റ് കുറവായിട്ടൊരു ഡോഗാണ്. അപ്പോൾ പപ്പയ്ക്ക് എപ്പോഴും ഈ കാർട്ടൂണിൽ ആ ഫീമെയിൽ ക്യാരക്ടറായ ഡോഗിനെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ക്യൂരിയോസിറ്റി വരും, ഇങ്ങനത്തെ ഡോഗുകളും ഉണ്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതിന് ശരിക്കും നേരിട്ട് കാണാൻ പറ്റുമോ, അതോ അതൊരു ആനിമേഷൻ ആയിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആണോ എന്ന് പപ്പയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പപ്പ ഇങ്ങനെ കുറേയൊക്കെ ഇരുന്ന് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ 2014 ഏപ്രിൽ 1 ഗായ്സ് പപ്പ തമ്പാനൂരിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ സിറ്റിയിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ഭയങ്കര റഷും ഒക്കെ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പപ്പ പാരലൽ റൂട്ടാണ് എടുത്തത് ഗായസ്. ആ വഴി കൂടെ പോകുന്ന സമയത്ത് ഒരു പെറ്റ് ഷോപ്പ് കണ്ട്. റോഡിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. പപ്പ ഇങ്ങനെ നോക്കുമ്പോൾ പപ്പ പ്ലൂട്ടോ ആ ഒരു കാർട്ടൂണിൽ കണ്ട ആ ഫീമെയിൽ ക്യാരക്ടർ ആയിട്ട് ആ ഒരു ഡോഗ് അവിടെ ഇങ്ങനെ ആ പെറ്റ് ഷോപ്പിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചേക്കുമല്ലോ ഡോഗ്സിന്, ഒരു കൂട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട്. അങ്ങനെ പപ്പയുടെ കൗതുകം ആകാംക്ഷയെ കാരണം ഒരു സൈഡിലേക്ക് വണ്ടി നിർത്തിയിട്ട് പെറ്റ് ഷോപ്പിലേക്ക് കയറി ചെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് പപ്പ ആ ആനിമേഷനിൽ കണ്ട അതേ ക്യാരക്ടർ ആ ഒരു കൂട്ടിനകത്ത്. അത് ഡാഷണ്ടാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പോലെ അന്ന് ഡാഷണ്ട് ഇത്ര അവൈലബിലിറ്റി ഇല്ല കേരളത്തിൽ, വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പപ്പയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ അങ്ങ് പെട്ടെന്ന് എന്താ പറയണ്ടേന്ന് അറിയാത്ത ഭയങ്കര ഒരു സന്തോഷം ഒരു ഇത്. അപ്പോൾ ഈ ഡാഷണ്ട് ഇങ്ങനെ കൂട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട്. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറെ ഷോപ്പ് കീപ്പർ പറഞ്ഞു വേറെ 2 ഡാഷണ്ടുകൾ അകത്തുണ്ട്. അപ്പം നോക്കിയപ്പം ഇത് കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നല്ലൊരു മസിലൊക്കെ ഭയങ്കര, കൈക്കും കാലിലൊക്കെ നല്ല മസിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പ് കീപ്പറും പറഞ്ഞു ഈ ഉള്ളതിൽ ഏറ്റവും നല്ല ധൈര്യശാലിയും ഭയങ്കര വീരത്വമൊക്കെ ഉള്ള ഒരു ഡാഷണ്ട് ഇത് തന്നെയാണെന്ന്. അപ്പോൾ പപ്പയ്ക്കും ഈ ഡാഷണ്ടിനെ തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ വില ചോദിച്ചു. എത്ര മാസമായി എന്ന് ചോദിച്ചു. 3 മാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ കാണാൻ നല്ലൊരു സൈസൊക്കെ ഉണ്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഡാഷണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെ പപ്പ ബാർഗെയിനിങ് ഒന്നും ചെയ്യാൻ നിന്നില്ല. ആ ഷോപ്പ് കീപ്പർ ചോദിച്ച പൈസ കൊടുത്ത് അവനെ വാങ്ങിച്ചിട്ട് വന്നു. കാരണം പപ്പയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട്. അങ്ങനെ പപ്പയും പപ്പയുടെ ഒരു സുഹൃത്തും കൂടെ നമ്മുടെ ഈ കാർട്ടൂൺ ബോക്സ് ഇല്ലേ, കാർഡ്ബോർഡ് ബോക്സ്, അതിനകത്താണ് ഇവനെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഏപ്രിൽ 1 ഒരു വൈകിട്ടായിട്ടുണ്ടാവും കൊണ്ടുവരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു. ഇങ്ങനെ ഭയങ്കര ഷോ ഒക്കെ ഇല്ലേ, അതുപോലെ ഒന്ന് ഷോ ഒക്കെ ഒന്ന് കാണിച്ച് ഭയങ്കര മുറുകലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഷോപ്പ് കീപ്പർ തന്നെയാണ് പറഞ്ഞത് ബിസ്ക്കറ്റ് കൊടുത്താൽ മതി, ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇണങ്ങുമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ഒരു പെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നോളജ് ഇല്ല, നമുക്ക് അറിയുന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ആ ശരി എന്ന് വിചാരിച്ച് നമ്മൾ ആ ബിസ്ക്കറ്റും കരുതിയിരുന്നു ആദ്യം തന്നെ. അങ്ങനെ ഇട്ട് കൊടുത്ത്. അപ്പോൾ കാർഡ്ബോർഡ് ബോക്സിനകത്തൊക്കെ ഇരുന്ന് ഷോ ഒക്കെ കാണിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇണങ്ങി കഴിഞ്ഞപ്പോൾ അവൻ തനിയെ കാർട്ടൂൺ ബോക്സിൽ നിന്ന് ഇറങ്ങി വന്നു, നമ്മളടുത്തൊക്കെ വന്നു.
നല്ല വാലൊക്കെ ആട്ടി നല്ല ഒരു സ്നേഹമായിരുന്നു. ഇങ്ങനെ സിറ്റ് ഔട്ട് വെച്ച് ഞാനും അമ്മയൊക്കെ ഇങ്ങനെ സൈഡിൽ നോക്കി നിൽക്കുമ്പോൾ ഈ ഷോ ഇങ്ങനെ നടക്കുവാണല്ലോ എൻ്റെ. അപ്പോൾ പപ്പ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ലൈക്ക് 3 മാസം പ്രായമുള്ള ഇവൻ ഇത്രയും ലൈക്ക് ഷോ ഇത്രയും ഭയങ്കര ഇതാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വലുതാകുമ്പോൾ ഇവ എന്തുമായിരിക്കും എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഷോയും കാര്യങ്ങളും. അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ആദ്യമായിട്ടൊരു പെറ്റിനെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പെറ്റിനുപരി ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയായിരുന്നു ഡാഷുണ്ട്. അവന് നമ്മൾ പേരിട്ടത് അർജുൻ എന്നാണ്. അച്ചുടു എന്ന് ഞാൻ ചുരുക്കി വിളിക്കും, ബാക്കി എല്ലാവരും അച്ചു എന്ന് വിളിക്കും. അച്ചു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്രദർ ഒരു ഫ്രണ്ടിനെയൊക്കെ പോലെയാണ്. എൻ്റെ അമ്മ അതിനകത്തല്ല താഴെ വയ്ക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഒരു പൊടിക്കുഞ്ഞിനെ പോലെ ഭയങ്കര കാര്യം, ഭയങ്കര സ്നേഹമായിരുന്നു. പപ്പയ്ക്ക് പിന്നെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി ഒരു പുതിയൊരു അംഗം വന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല അച്ചുവിന് നമ്മൾ ഭയങ്കര സ്നേഹമായിരുന്നു. നല്ല നല്ല ക്യാരക്ടറാണ്. സാധാരണ ഈ ഡോഗ്സിന് ഉള്ള കുസൃതി എന്തെങ്കിലും ഇങ്ങനെ കടിച്ച് പിച്ച് നശിപ്പിക്കുക അതൊന്നും അച്ചുവിന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അവനിപ്പോൾ പുറത്ത് നമ്മൾ വിടുകയാണെങ്കിലും ഇങ്ങനെ കുഞ്ഞി പാട്ടകളുടെയൊക്കെ അടപ്പുണ്ടല്ലോ അത്, പിന്നെ ബോള്, അതൊക്കെ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഒരു മേശുണ്ട്. ആ മേശയ്ക്ക് ലോക്കില്ല, മീൻസ് ഇതില്ല, ഡോറില്ല. അവൻ അതെല്ലാം വറക്കി അവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും കളിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഈ അശ്വിന് നമ്മുടെ ഈ ഡോഗ്സിനൊക്കെ നിത്യകർമ്മമില്ലേ, ലൈക്ക് 1, 2 നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ അച്ചു അകത്തൊന്നും അതൊന്നും ചെയ്യില്ല. നമ്മൾ വരുന്നവരെ കാത്തിരിക്കും. എന്നിട്ട് അവൻ പുറത്തേ പോയി അതെല്ലാം ചെയ്യുള്ളൂ. നല്ല സ്നേഹവും ഭയങ്കര ഒരു ഗാർഡ് ഡോഗ് കൂടിയായിരുന്നു. ഡാഷണ്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇപ്പം അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അച്ചു ഭയങ്കര ഗാർഡ് ഡോഗുമാണ്. അത് മാത്രമല്ല ഭയങ്കര വൃത്തിയൊക്കെയാണ് ആക്ച്വലി ഡോഗ്സിൻ്റെ ഇതിൽ. ഞാൻ ലൈക്ക് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാ ഡോഗ്സും അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആണ് കരുതിയിരുന്നത്. പിന്നെ അച്ഛൻ എന്ത് ഫുഡ് കൊടുത്താലും അവൻ കഴിച്ചോളൂ. അവൻ അതിലൊന്നും ഒരു കംപ്ലൈൻറ്റും അങ്ങനെ ഒരു പരാതിയും ഞാൻ കണ്ടിട്ടില്ല. ചില ഡോഗ്സിനൊക്കെ ഇപ്പം എന്തെങ്കിലും കൊടുത്താൽ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കും. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവന് കൊടുക്കുന്നത്. ഇപ്പോൾ പുട്ടാണെങ്കിൽ പുട്ട് കൊടുക്കും, പുട്ടും കടല അത് അവൻ്റെ ഫേവറേറ്റാണ്, അതെല്ലാം കഴിക്കും. ഞങ്ങളുടെ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഫാമിലി മെമ്പർ, ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എന്തോ ഒരു പാർട്ട് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കിട്ടി എന്ന് അത്രയും ഒരു സന്തോഷമായിട്ടൊരു ഭയങ്കര പെർഫെക്റ്റ് ഫാമിലി നമുക്ക് പറയാമല്ലോ. അച്ചും കൂടെ വന്നപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫീൽ ആയിരുന്നത്. അങ്ങനെ അച്ചുമായിട്ടുള്ള ലൈഫ് ഭയങ്കര അടിച്ച് പൊളിച്ച് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു ദിവസം അച്ചു രാവിലെ എണീറ്റിട്ട് അവൻ എണീക്കുന്നില്ല, ഇങ്ങനെ ദയനീയമായിലേക്ക് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ അവന് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ രാവിലെ കൊണ്ടുപോകും. സാധാരണ കതവ് തുറക്കുമ്പോൾ തന്നെ അവൻ ഓടി അങ്ങ് ചെല്ലും. പക്ഷെ ഇന്നങ്ങനെ ആ ഒരു ദിവസം ചെല്ലുന്നില്ല. അങ്ങനെ അമ്മ വന്ന് അവനെ വിളിച്ചിട്ട് പറഞ്ഞ്, അച്ചു മോനെ കളിക്കല്ലേടാ, എണീക്കാൻ പറഞ്ഞ. അപ്പോൾ അവൻ എന്നിട്ടും എണീക്കുന്നില്ല. ആ ഒരു ദയനീയമായൊരു നോട്ടം നോക്കി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അമ്മ വിളിച്ചിട്ടും ഇവൻ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ ഒന്ന് പിടിച്ച് എണീപ്പിച്ചപ്പം അത് നിൽക്കുന്നില്ല, ചെറുതായിട്ടിങ്ങനെ ചരിയുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ നോക്കിയപ്പോഴും അവ അങ്ങനെ ചരിയുന്നുണ്ട്. അമ്മ ഭയങ്കര വെപ്രാളത്തിൽ പപ്പയെ വിളിച്ച്. അങ്ങനെ പപ്പ ഓടി വന്ന് നോക്കുമ്പോൾ അവൻ നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഈ മുറിവെണ്ണ ഉണ്ടല്ലോ ഗൈസ്, ആ മുറിവെണ്ണ കുറച്ചെടുത്തിട്ട് അവൻ്റെ കാലിൻ്റെ ആ വയ്യാത്തടുത്ത് കുറച്ചിങ്ങനെ തടവിയിട്ടൊന്ന് ചൂടൊക്കെ വെച്ച്, എന്നിട്ട് ഒന്നും കൂടെ ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട്, അപ്പോൾ രാവിലെയാണ്, ഹോസ്പിറ്റലൊന്നും തുറന്നിട്ടില്ല, ഒരു 10-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോവാം, അപ്പം ശരിയായിട്ടില്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവൻ ഓക്കെ ആയി നല്ലപോലെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച് ടൈലല്ലേ, അപ്പോൾ ടൈലിൻ്റെ തണുപ്പടിച്ചത് കൊണ്ട് ഇങ്ങനെ കാലങ്ങനെ നമുക്കൊക്കെ കോച്ചി പിടിക്കണം, അങ്ങനെ കോച്ചി പിടിച്ചതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. വീണ്ടും അടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് രാവിലെ അമ്മയുടെ പ്രിയപുത്രനായതുകൊണ്ട് അമ്മയാണ് എപ്പോഴും ആദ്യം തന്നെ അവൻ്റെ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് വിളിച്ചപ്പം അങ്ങനെ അച്ചു അങ്ങനെ സാധാരണ പോലെ ആക്റ്റീവ് അല്ല, എണീക്കുന്നില്ല. നോക്കിയപ്പോൾ ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ ഉമിനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ പോലെയല്ല, കുറച്ച് നല്ല കട്ടിയുള്ള രീതിയിലാണ് ഉമിനീര് വരുന്നത്. അപ്പോൾ
അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വെപ്രാളമായി, അങ്ങനെ പേടിയല്ല, ഭയങ്കര വെപ്രാളവും വിഷമവും തോന്നി. അങ്ങനെ അപ്പം തന്നെ പപ്പയെ വിളിച്ചു. അങ്ങനെ പപ്പയ്ക്ക് വന്ന് കണ്ടപ്പോഴും ലൈക്ക് ഒരു വിഷമമായി പെട്ടെന്ന്. അങ്ങനെ 10 മണിയായപ്പോൾ അടുത്തുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടു ചെന്ന് അച്ഛനെ അമ്മയും പപ്പയും കൂടെ അപ്പം തന്നെ കൊണ്ടു ചെന്നു. ഡോക്ടർ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു അച്ഛന് എത്ര വയസ്സായെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു 3 മാസമല്ല, 1 വയസ്സിൽ കൂടുതലെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് അമ്മ ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം ഷോപ്പ് കീപ്പർ പറഞ്ഞു 3 മാസം ആയതേ ഉള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് എന്തോ ഒരു ലൈക്ക് ചതി പറ്റൊരു ഫീലിംഗ് ഭയങ്കരമായിട്ടും തോന്നി. അങ്ങനെ ഡോക്ടർ അച്ഛനെ വിശദമായി പരിശോധിച്ചിട്ട് ചോദിച്ചു ഡോഗിൻ്റെ കാലിന് തളർച്ച വല്ലതും വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പപ്പയ്ക്ക് ഇതിങ്ങനെ കേട്ടതും ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി. കാരണം ഒരാഴ്ച മുമ്പാണല്ലോ ഇതിങ്ങനെ അവൻ്റെ കാല് തളർന്നിട്ട് അമ്മ ഈ മുറിവെണ്ണ എല്ലാം കൂടെ വാരി തേച്ച് ടൈലിൽ കിടന്ന് കോച്ച് ചെയ്താന്ന് വിചാരിച്ചു നമ്മൾ. പപ്പയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയി അങ്ങ് ഭയങ്കര. അപ്പോൾ അങ്ങനെ വന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ കാല് തളർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അപ്പം തന്നെ PMGയിലെ വെറ്റിനറി ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അങ്ങോട്ടേക്ക് അച്ഛനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടു ചെന്നു. PMGയിലെ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് അച്ഛനും അമ്മയും പപ്പയും കൊണ്ടു ചെന്നു ഗൈസ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എക്സാമിൻ ചെയ്തിട്ട് വേറെ 2-3 ഡോക്ടേഴ്സും കൂടെ വന്നു. അങ്ങനെ ഇവരെല്ലാം ഒരു ടീമായിട്ടാണ് എക്സാമിൻ ചെയ്തത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയും പപ്പയും വിളിച്ചിട്ട് ഡോഗിന് എത്ര ഏജായെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് 3 മാസം എന്നാണ് ഷോപ്പ് കീപ്പർ പറഞ്ഞത്. അപ്പം നമ്മളടുത്ത് വന്നിട്ട് 2 മാസമായി. അപ്പോൾ ഇപ്പോൾ 5 മാസം ആയി എന്ന് പറഞ്ഞു. 2 ഡോക്ടേഴ്സിൻ്റെ അടുത്തും പപ്പ 5 മാസമായി എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാം തറപ്പിച്ച് പറഞ്ഞു 5 മാസമല്ല, ഏകദേശം 1.5 വയസ്സിന് അടുപ്പിച്ച് പ്രായം അച്ഛന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ ചോദിച്ചു വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളടുത്ത് ഷോപ്പ് കീപ്പർ ആദ്യമേ പറഞ്ഞത് അവരവിടെ തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട്, അവരെല്ലാ ഡോഗ്സിനും വാക്സിൻ എടുക്കും, എന്നിട്ട് തന്നെയാണ് അവർ ഡോഗ്സിനെ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ലൈക്ക് പപ്പ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊന്നുമില്ല, ഞങ്ങളിവിടെ കുറേ വർഷം കൊണ്ട് തന്നെ ഡോഗ്സിനെ സെല്ല് ചെയ്യുന്നവരാണ്, ഭയങ്കര ക്രെഡിബിലിറ്റി ഉള്ളവരാണ്, അങ്ങനെ ഒരു വിഷയമൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഒരു കംപ്ലൈൻറ്റോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു വാക്ക് വിശ്വസിച്ചു. അത് മാത്രമല്ല നമുക്ക് അച്ഛനെ ഭയങ്കരമായിട്ടും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ സമയത്ത്. അങ്ങനെ പിന്നെ ഇത് ഡോക്ടറോട് പറഞ്ഞു. പക്ഷെ ആ സമയം ആ കടക്കാരൻ വാക്സിനേഷൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ദിവസം തന്നെ പപ്പയും അമ്മയും കൊണ്ടുപോയി അവന് വാക്സിൻ എടുത്തേനെ. പക്ഷെ ഇവനെ കണ്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ഇരുന്നു. അപ്പം നമ്മളും വിചാരിച്ചു ശരിയായിരിക്കും അവർ പറയുന്നതെന്ന്. അപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞു അങ്ങനെ പെറ്റ് ഷോപ്പൊന്നും വാക്സിൻ എടുക്കാൻ സാധ്യതയില്ല, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവന് അച്ഛന് ഈ ഒരു സിറ്റുവേഷൻ വരൂലായിരുന്നു, അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞതോടെ ലൈക്ക് നമ്മളെല്ലാം ഭയങ്കര ഒരു ഹേർട്ട് ആയിട്ടൊരു ബ്രോക്കൺ ആയിട്ടൊരു സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സ്റ്റേജിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഡോഗിനും അവിടെ കൊണ്ട് ചെല്ലണം, ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, അത് മാത്രമല്ല അച്ഛനെ കെയർ ചെയ്യുക, അത് മാത്രമല്ല ശ്രദ്ധിക്കണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആർക്കും കടി കിട്ടാതെയും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ലൈക്ക് എല്ലാവരും ലൈക്ക് നമുക്ക് എന്ത് പറയണോ അല്ലെങ്കിൽ എന്ത് ആ ഒരു ഒന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ ഒരു സമയത്ത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പിന്നെ അന്ന് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോകണമല്ലോ, കൊണ്ടും വന്ന് പിന്നെ ഇവൻ അങ്ങനെ ഫുഡൊന്നും മര്യാദയ്ക്ക് അങ്ങനെ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കുന്നില്ല, ആക്റ്റീവ് അല്ല, ഭയങ്കര ഇങ്ങനെ അഗ്രസീവ് ആവാനായിട്ട് ചെറുതായിട്ട് തുടങ്ങി, വയലൻസ് ഒക്കെ ആവാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ പദം ഇങ്ങനെ വരുന്നത് കൂടിക്കൊണ്ടേയിരുന്നു, അതിൻ്റെ കട്ടിയും കൂടിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ അവൻ നമ്മളാരെ അങ്ങനെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കാറിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം കാറിൽ കൊണ്ടുപോകുമ്പം പിന്നെ അവൻ കാറിൽ കയറുമ്പോൾ അച്ഛന് ഭയങ്കര വെപ്രാളവും വിമ്മിഷ്ടവും ഭയങ്കര വയലൻസും അഗ്രഷനൊക്കെ കൂടിയത് കാരണം പിന്നെ നമ്മൾ കാറിൽ അവനെ പോകുന്നത് നിർത്തി.
അങ്ങനെ ജൂൺ 12 രാവിലെ അമ്മയും പപ്പയും കൂടെ ബൈക്കിൽ അമ്മയുടെ തോളത്ത് ഷോളൊക്കെ ഇട്ട് തോളത്ത് വെച്ച് പൊതിഞ്ഞുകൊണ്ടാണ് അച്ഛനെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ, ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന്. അപ്പോൾ അവിടെ അന്നുണ്ടായിരുന്നത് അവിടുത്തെ ഏറ്റവും വലിയ സീനിയർ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറിന് ഒരു ആനിമലിനെ കണ്ടാൽ തന്നെ അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും. അത്രയ്ക്ക് നല്ലൊരു ഡോക്ടറാണത്. അപ്പോൾ ആ ഡോക്ടറിന് അച്ഛനും ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുവച്ച് അങ്ങനെ ഡോക്ടർ കുറച്ച് നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ വയലൻസും ബിഹേവിയറും അതിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഡോക്ടർ അമ്മയുടെ പപ്പയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 99% റാബിസ് തന്നെയാണിത്. 24 മണിക്കൂറിനുള്ളിൽ ഡോഗ് മരിച്ചാൽ പാലോടുള്ള ലാബിലേക്ക് ഡോഗിനെ അയക്കാൻ പറഞ്ഞു, ഇത് കൺഫേം ചെയ്യാനായിട്ട് റാബിസ് ആണെന്ന്. ലൈക്ക് ആ സമയം ഭയങ്കര ഒരു ഹേർട്ട്, ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പിളരണ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും നാൾ നമ്മുടെ കൂടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ടായിരുന്നു, ഒരു ദിവസം പെട്ടെന്ന് വയ്യാതായി. എന്നിട്ടിപ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അടുത്ത ദിവസം നിങ്ങളെ കൂടെ ഈ വ്യക്തി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതിങ്ങനെ വാക്കുകൾ കൊണ്ട് അതിനെ പറയാൻ സാധിക്കില്ല. കാരണം അത് ഭയങ്കര വലിയൊരു വിഷമമുള്ളൊരു സ്റ്റേജാണ് എല്ലാവരുടെ ജീവിതത്തിലും. അങ്ങനെ അച്ഛനെ ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഏകദേശം വീട്ടിൽ കൊണ്ടുവന്നപ്പം ഉച്ച 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് മാറിയും തിരിഞ്ഞിരുന്നു അച്ഛനെ നോക്കി. അപ്പോൾ ആ സമയം അമ്മ പോയി ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും ഇരുന്ന് അച്ഛനെ നോക്കും. അങ്ങനെ മാറി നോക്കി. അങ്ങനെ വെള്ളം കൊടുക്കാൻ സിറിഞ്ചൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സിറിഞ്ച് വെള്ളം നിറച്ച് വെള്ളം കൊടുക്കാൻ കൊണ്ടുവരുമ്പോഴാണ് കണ്ടത് അച്ഛൻ്റെ നാക്ക് ഫുൾ പുറത്ത് വന്നിട്ട് നീല വയലറ്റ് കളർ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറച്ച് വെള്ളം നമ്മൾ കൊടുക്കാൻ നോക്കി, പക്ഷെ അവനത് കുടിക്കാൻ സാധിച്ചില്ല. ഇപ്പുറത്തെ സ്ഥലത്ത് കൂടെ തന്നെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പപ്പയും അമ്മയും നമ്മളെല്ലാം അവിടെ ഇരുന്ന് അവനെ തടവുന്നുണ്ടായിരുന്നു. അമ്മ ഈ വരുന്ന ഉമിനീരും എന്ന് പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇത്രയും നാൾ നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നല്ലോ, അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റാബിസ് എന്ന് കേട്ടപ്പോൾ നമുക്കാർക്കും ഒരു പേടി അങ്ങനെയൊന്നും തോന്നിയില്ല. അച്ഛൻ നമ്മൾ പറയുന്നതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അവൻ്റെ ഗാർഡിയൻസ് പേരൻസ് ആണ്, ആ സമയത്തും അവനത് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ ഇവന് ഭയങ്കര വെപ്രാളവും, ഇരിക്കാൻ വയ്യ, അവന് കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യാത്ത ഭയങ്കര ഒരു പരവേശമായിരുന്നു. അങ്ങനെ വയലൻസ് കൂടി. അപ്പം അങ്ങനെ കൂടുമ്പോൾ അമ്മ അച്ചൂന്ന് വിളിക്കുമ്പോൾ അവൻ കുറച്ച് ശാന്തനാവും. പിന്നെ അവനിത് വയലൻസ് കൂടും. അങ്ങനെ അവൻ അടുക്കളയിൽ കട്ടളപ്പടി കൊണ്ട് കടിച്ച് അവൻ്റെ പല്ലെല്ലാം കൂടെ പൊട്ടിപ്പോയി. അങ്ങനെ അമ്മ വിളിച്ച് അച്ചൂന്ന് വിളിച്ച് അപ്പോൾ കുറച്ച് സമയം ശാന്തനാവും. പിന്നെ ഇവന് ഭയങ്കര വെപ്രാളും പരവേശം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചൊരു വൈകിട്ടൊക്കെ ആയപ്പോൾ കുറച്ചൊന്ന് ശാന്തനായപ്പോൾ ലൈക്ക് പപ്പയും അമ്മയും നമ്മളെല്ലാം കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ അവന് പപ്പ എടുത്ത് തടവിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിലോട്ടൊന്ന് പോയി കിടക്കാനുള്ളൊരു ഇതുപോലെ തോന്നി. അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ പപ്പ കൂട്ടിൻ്റെ കതവ് തുറന്ന് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പപ്പ. അവൻ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ലൈക്ക് അമ്മ ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് അകത്ത് പോയപ്പോൾ ഭയങ്കര ഒരു ശബ്ദം കേൾക്കുന്നു. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര മനുഷ്യൻ അലറുന്നതല്ല, അതിലും ഭയങ്കര കടുത്ത ഒരു ശബ്ദം, ഇങ്ങനെ ഭയങ്കര ശബ്ദം കേട്ട് അതോടെ പിന്നെ തീർന്നു. ലൈക്ക് അച്ഛൻ നമ്മളെ വിട്ട് പോയി. ആ ഒരു ശബ്ദത്തോടുകൂടി തന്നെ പോയി. അത് ലൈക്ക് ഭയങ്കര ഒരു ലൈക്ക് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഏകദേശം ആ സമയം ഇപ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ടാവും. ഭയങ്കര ഒരു ശബ്ദം കേട്ട് ഇങ്ങനെ നിന്ന് ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ നമ്മൾ അച്ഛൻ്റെ ബോഡി പാലോട് ലാബിൽ എത്തിച്ചു. അവരവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു. ബാക്കി കാര്യങ്ങളെല്ലാം അവർ തന്നെ അവിടെ ചെയ്തു. ബോഡി നമുക്ക് തരില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് റാബിസ് തന്നെയാണ്, അതുകൊണ്ട് എല്ലാവരും പോയി റാബിസിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു. അത് മാത്രമല്ല നമ്മുടെ നെയ്ബേഴ്സായ 2-3 കുട്ടികളുണ്ടായിരുന്നു. അവർ ഇവനെ കൊണ്ടുവന്ന സമയത്ത് April 1 ജസ്റ്റ് ഒന്ന് തൊട്ടത്. അവർ പോലും പിന്നെ പേടിച്ചു പോയി റാബിസിനൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത ഒരു സ്റ്റേജാണ്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് ഗൈസ്, നമ്മൾ ഈ പെറ്റ് ഷോപ്പ് ഓണേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ഡോഗിനെ ആയാലും ഒരു പെറ്റിനെ കൊടുക്കുമ്പോൾ നിങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അത് കറക്റ്റായി പറയുക. കാരണം ഒരു വാങ്ങിക്കുന്നവർക്ക് ഞങ്ങൾക്ക്
ഡെഫിനറ്റ്ലി അത് എടുക്കാനുള്ള കപ്പാസിറ്റി കൊണ്ട് എടുക്കും. ഇത് ആദ്യമേ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ റാബിസ് വരാതിരിക്കാനും ഒക്കെ ഉള്ള എല്ലാ വാക്സിനും ആദ്യം തന്നെ എടുക്കും ഡോഗ്സിന്. അപ്പോൾ നിങ്ങൾ പെറ്റ്സിനെ വാങ്ങിക്കുന്നവരാണെങ്കിലും ജെന്യൂനായിട്ട് ഉള്ള അടുത്തുനിന്ന് വാങ്ങിക്കണം ഗായ്സ്. ഇങ്ങനെ ഒരു ഹേർട്ട് ബ്രേക്ക് വരാതിരിക്കാൻ ആണ് പറയുന്നത്. ലൈക്ക് അമ്മയ്ക്കും പപ്പയ്ക്കും ഞങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമമായിപ്പോയി. ഈവൻ ഇങ്ങനെ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയ ഒരവസ്ഥ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത അമ്മയ്ക്കാണ്. അമ്മ ഇങ്ങനെ താഴെ വയ്ക്കാതെ കൊണ്ട് നടന്ന സ്വന്തം മോനെ പോലെ. അപ്പോൾ അമ്മ രാത്രി കിടന്നുറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും റൂമിലൊക്കെ അച്ചു ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അച്ചുവിൻ്റെ ഭയങ്കര മണം വരുന്നു. അമ്മയുടെ സ്വപ്നത്തിലൊക്കെ അച്ചു വന്നു വിളിക്കുന്നു. അമ്മ കിടന്നുറങ്ങുമ്പം അച്ചു വരുന്നു. അച്ചുവിനെ ഭയങ്കര വിളിയും കരച്ചിലും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര മാനസികമായിട്ട് അത് ഭയങ്കരമായിട്ടും അഫക്റ്റ് ആയിപ്പോയി ഗൈസ്. ഞങ്ങൾക്കാർക്കും അഫക്റ്റ് ആയില്ല എന്നല്ല, നമുക്ക് എല്ലാവർക്കും ആയി. പക്ഷെ അമ്മയ്ക്ക് അത് ഭയങ്കര ഡീപ്പർ ലെവലിൽ അഫക്റ്റ് ആയിപ്പോയി. അങ്ങനെ തീരുമാനിച്ച് അച്ചുവിനെ പോലെ തന്നെ ഒരു ഡാഷണ്ടിനെ നമുക്ക് വേണം, കാരണം അതില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായി. പപ്പയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമമായി. കുറച്ച് നാൾ പപ്പയ്ക്ക് ഒന്നും മിണ്ടാട്ടം, അങ്ങനെ നമ്മുടെ വീട് ഭയങ്കര ചത്ത ഒരവസ്ഥയിലായിപ്പോയി ഒരു മാസത്തേക്ക് 2-3 മാസത്തേക്ക്. അങ്ങനെ അച്ഛനെ പോലെ ഒരു ഡോഗിനെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് കുറേ പെറ്റ് ഷോപ്പിൽ അന്വേഷിച്ച് അവൻ്റെ ഫോട്ടോ ഒക്കെ കൊണ്ട് ചെന്ന് നമ്മൾ അന്വേഷിച്ചപ്പം ഒരു ഷോപ്പിൽ, നല്ല ഒരു ഷോപ്പായിരുന്നു ഗൈസ് അത്. അപ്പോൾ ആ ഷോപ്പിൽ അന്വേഷിച്ച് ഫോട്ടോ കാണിച്ചു ഡാഷണ്ടിനെ വേണം, ഇതേപോലത്തെ ഡാഷണ്ടിനെ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദ്യം തന്നെ പറഞ്ഞു ഒരു കുഴപ്പമുണ്ട്, ഇത് ആ അമ്മയ്ക്ക് ജനിച്ചത് അവസാനത്തെ കുട്ടിയാണ്, കുറച്ച് വീക്കാണ്, പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് സാരമില്ല, അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഡോഗിനെ കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ നമുക്ക്. അങ്ങനെ അവർ പറഞ്ഞു ഇപ്പം ഇവിടെ ഇല്ല, വീട്ടിലാണുള്ളത്, സ്കൂട്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി, സ്കൂട്ടിയിലെ ആളുകൾ പോയി, പെറ്റ് ഷോപ്പിലുള്ള അവർ പോയി. അപ്പോൾ നമ്മൾ ഈ പണ്ട് പനി വരുമ്പം ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന ബാസ്ക്കറ്റിൽ ഇങ്ങനത്തെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിൽ നോക്കിയപ്പോൾ ഇതിനെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഇത്രയേ ഉള്ളൊരു എലിയുടെ സൈസേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് ബാസ്ക്കറ്റ് ഇങ്ങനെ തുറന്നപ്പോൾ ഒരു എലി ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ ഒരു ഡാഷുണ്ട്. 2 മാസത്തിനകത്തേ ഉണ്ടായുള്ളൂ പ്രായം, എൻ്റെ തന്നെയാണ്. അങ്ങനെ കൊണ്ട് കാണിച്ച് ഇവിടെ നടുക്ക് ഇങ്ങനെ ഇവിടെ ഒരു സുന്ദരിയുടെ പൊട്ടൊക്കെ ഉണ്ട്, വെള്ള കളർ, കാണാൻ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള. അങ്ങനെ അമ്മ പറഞ്ഞ് ലക്ഷ്മി എന്നാണ് ആദ്യം വെച്ചത്, മഹാലക്ഷ്മിയുടെ അതുപോലെ ഐശ്വര്യം വരുന്ന പോലെ ഇത്. അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ പേര്, ചുരുക്കി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിനെ ലച്ചു എന്ന് പേരിട്ട്. ലച്ചു ഇപ്പം ഈ വർഷം സെപ്റ്റംബർ 24 ആകുമ്പോഴത്തേക്കും 10 വർഷം കംപ്ലീറ്റ് ആകുകയാണ് ലച്ചു ആയിട്ടുള്ള. ഞാൻ കാണിച്ചു തരാം. ലച്ചു അച്ഛനെ പോലെ എന്നല്ല, ഭയങ്കര കുരുത്തക്കേടെന്ന് വെച്ചാൽ ഓപ്പോസിറ്റാണ്. ഭയങ്കര കൊടുക്കുന്ന സംഭവങ്ങളൊന്നുമല്ല കഴിക്കുന്നത്. ഞാൻ ലച്ചുനെ കാണിച്ചു തരാം. ലച്ചു ബാ കണ്ട ഗൈസ്, ഞങ്ങളുടെ ഡാഷണ്ടാണ്. കണ്ട ഈ 24 ആകുമ്പോൾ 10 വർഷമാകും. പുള്ളിക്കാരിക്ക് ക്യാമറയിലൊന്നും നോക്കുന്നതൊന്നും ഇഷ്ടമല്ല, ഭയങ്കര നാണക്കേടാണ്, അതുകൊണ്ട് വരില്ല. ഇതാണ് നമ്മളെ അച്ചു പുനർജനിച്ച നമ്മളെ ലച്ചു. ലച്ചുവിൻ്റെ സ്റ്റോറി ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ദിസ് സ്റ്റോറി വിൽ ബി കണ്ടിന്യൂ. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഒരു പെറ്റ് ലവറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം ഗൈസ്, ഞാനതൊക്കെ റീഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ, ടേക്ക് കെയർ.